സൂം ഡെസ്റ്റിനി ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചന്ദ്രൻ ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹം. ഭൂമിയിൽ നിന്നും ശരാശരി 3,84,403 കിലോമീറ്റർ അകലെ, അതായത് ഭൂമിയുടെ വ്യാസത്തിൻ്റെ ഏകദേശം 30 മടങ്ങ് ദൂരം അകലെ സ്ഥിതി ചെയ്യുന്നു. ഭൂമിയെ ഒരു പ്രാവശ്യം വലം വയ്ക്കാൻ 27.3 ദിവസങ്ങൾ വേണ്ടിവരും ചന്ദ്രന്. ഭ്രമണപഥത്തിൻ്റെ ചുറ്റളവ് 24,13,402 കിലോമീറ്റർ. ഭൂമിയിൽ നിന്നുള്ള പരമാവധി അകലം 4,05,696 കിലോമീറ്റർ. ഭൂമിയിൽ നിന്നുള്ള ഏറ്റവും കുറഞ്ഞ അകലം 3,63,104 കിലോമീറ്റർ. സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്ന ഏറ്റവും കുറഞ്ഞ വേഗം 1.022 കിലോമീറ്റർ പെർ സെക്കൻഡ്. പരമാവധി വേഗം 1.082 കിലോമീറ്റർ പെർ സെക്കൻഡ്. മധ്യരേഖാ വ്യാസം 3,476.2 കിലോമീറ്റർ. ധ്രുവങ്ങൾ തമ്മിലുള്ള വ്യാസം 3,472 കിലോമീറ്റർ. ചന്ദ്രൻ്റെ വ്യാസം അഥവാ ഡയമീറ്റർ ഭൂമിയുടെ വ്യാസത്തിൻ്റെ 4/1 അല്പം കൂടുതൽ. ചന്ദ്രൻ്റെ ഉപരിതല വിസ്തീർണം ഭൂമിയുടേതിനേക്കാൾ 10/1 താഴെയാണ്. റഷ്യ, കാനഡ, USA എന്നിവ ചേർന്നാലുള്ളത്ര വിസ്തീർണം. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ 17% മാത്രമേ ചന്ദ്രനുള്ളൂ. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ തട്ടി പ്രതിഫലിക്കുന്ന സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ 1.3 സെക്കൻഡ് എടുക്കും. ആദ്യമായി ചന്ദ്രനിൽ പോകുന്ന മനുഷ്യനിർമ്മിത പേടകം ലൂണ 2. ലൂണ 2 ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങുകയായിരുന്നു. 1959 അത്. അതേ വർഷം തന്നെ ലൂണ 3 ചന്ദ്രൻ്റെ ഭൂമിക്ക് അഭിമുഖമല്ലാത്ത ഭാഗത്തിൻ്റെ ഫോട്ടോ എടുത്തു. ആദ്യമായി ചന്ദ്രനിലിറങ്ങിയ ബഹിരാകാശ പേടകം ലൂണ 9 1966 ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിലെത്തിച്ച വാഹനം അപ്പോളോ 11 1969. നീൽ ആംസ്ട്രോങ് ആണ് അപ്പോളോ 11 ചന്ദ്രനിലെത്തിയ ആദ്യത്തെ മനുഷ്യൻ. ആദ്യകാലത്ത് ചന്ദ്രൻ ഒരു മിനുസമാർന്ന ഗോളമാണെന്നാണ് മനുഷ്യർ വിശ്വസിച്ചിരുന്നത്. 1609 ഗലീലിയോ തൻ്റെ പുസ്തകമായ സിറ്റിറേസ് നൺസിയസിലൂടെ ചന്ദ്രോപരിതലം മിനുസമുള്ളതല്ല, മറിച്ച് കുന്നുകളും കുഴികളും നിറഞ്ഞതാണ് എന്ന് പ്രസ്താവിച്ചു. ചന്ദ്രനിലെ ഇരുണ്ട ഭാഗങ്ങളെ മരിയ അഥവാ കടലുകളെന്നും പ്രകാശമാനമായവയെ ടെറേ അഥവാ ഭൂഖണ്ഡം എന്നും അറിയപ്പെടുന്നു. ഭൂമിയെ പ്രദക്ഷിണം ചെയ്യുന്ന അതേ സമയദൈർഘ്യം കൊണ്ട് തന്നെയാണ് ചന്ദ്രൻ സ്വന്തം അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യുന്നത്. അതിനാൽ ചന്ദ്രൻ്റെ ഒരേ വശം തന്നെ എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായി വരുന്നു. മുൻപ് ചന്ദ്രന് വേഗത കൂടുതലായിരുന്നു. ഭൂമിയുടെ അന്തരീക്ഷവുമായുള്ള ഘർഷണം കാരണം ചന്ദ്രൻ്റെ സ്പീഡ് കുറയുകയും അത് ഇന്നത്തെ വേഗതയിൽ സ്ഥിരപ്പെടുകയും ചെയ്തു. നമുക്ക് കാണാൻ കഴിയാത്ത ചന്ദ്രൻ്റെ ഭാഗത്തെ ഡാർക്ക് സൈഡ് എന്ന് പറയുന്നു. എന്നാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗത്ത് ലഭിക്കുന്ന അത്രയും തന്നെ സൂര്യപ്രകാശം ഡാർക്ക് സൈഡിലും ലഭിക്കുന്നു. ഡാർക്ക് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗത്തുള്ള അത്രയും കറുത്ത പാടുകളില്ല. ആയിരത്തി 1959 സോവിയറ്റ് യൂണിയൻ്റെ ലൂണ 3 ബഹിരാകാശ പേടകം ചന്ദ്രൻ്റെ ഡാർക്ക് സൈഡിൻ്റെ ഫോട്ടോ എടുത്തിരുന്നല്ലോ. ഭൂമിയിൽ നിന്നും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന കറുത്ത പാടുകളെ മരിയ എന്ന് വിളിക്കുന്നു. അതായത് ചന്ദ്രനിലെ മുയലിൻ്റെ രൂപവും മറ്റും.
പ്രാചീന കാലത്ത് ബാസാൾട്ട് ലാവകൾ ഒലിച്ചു വന്ന് ഉറച്ചുണ്ടായ സമതലങ്ങളാണ് അവ. ഉൽക്കാപതനം മൂലമുണ്ടായ ഗർത്തങ്ങളിൽ ബാസാൾട്ട് ലാവകൾ ഒലിച്ചിറങ്ങിയവയാണ് ഇവയിലധികവും. ഇവ കൂടുതലായി കാണപ്പെടുന്നത് ഭൂമിക്ക് അഭിമുഖമായ ചന്ദ്രോപരിതലത്തിലാണ്. ഡാർക്ക് സൈഡിൽ ഇവ തീരെ ഇല്ല എന്ന് തന്നെ പറയാം. ഭൂമിക്ക് അഭിമുഖമായുള്ള കറുത്ത പാടുകളിൽ നിരവധി അഗ്നിപർവ്വതങ്ങളുണ്ട്. ചന്ദ്രോപരിതലത്തിലെ തെളിഞ്ഞ ഭാഗങ്ങളെ ടെറേ എന്ന് വിളിക്കുന്നു. മരിയയേക്കാൾ താരതമ്യേന ഉയർന്ന ഭാഗങ്ങളാണിവ. ഛിന്നഗ്രഹങ്ങളും ധൂമകേതുക്കളും ഉൽക്കകളും പതിച്ചുണ്ടായ ഗർത്തങ്ങളാണ് ക്രേറ്റേഴ്സ്. ഭൂമിയിൽ നിന്നും ടെലസ്കോപ്പിലൂടെ നോക്കിയാൽ തന്നെ 1 കിലോമീറ്റർ എങ്കിലും വ്യാസമുള്ള 30,000-ത്തിലധികം ക്രേറ്റേഴ്സിനെ കാണാം. ഇവയിൽ പലതും 100 കണക്കിന് ദശലക്ഷം വർഷങ്ങൾ പഴക്കമുള്ളവയാണ്. ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ലാത്തതുകൊണ്ടും ചന്ദ്രോപരിതലത്തിൻ്റെ പ്രത്യേകത കൊണ്ടും ഇവ മാറ്റങ്ങളൊന്നും ഇല്ലാതെ നിലകൊള്ളുന്നു. സൗരയൂഥത്തിലെ തന്നെ അറിയപ്പെടുന്ന ഗർത്തങ്ങളിൽ വച്ച് ഏറ്റവും വലിയ ഗർത്തങ്ങളിലൊന്നായ സൗത്ത് പോൾ ഐറ്റ്കൻ ബേസിൻ ചന്ദ്രനിലാണ്. അപ്പോൾ ചന്ദ്രനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാനും ചന്ദ്രോപരിതലത്തെ കാണിച്ചു തരാനും എനിക്ക് കഴിഞ്ഞു. അതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും ചെയ്യുന്നതിലേക്ക് ഒരു പ്രോത്സാഹനമെന്ന നിലയിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ചാനൽ സന്ദർശിക്കുകയും വേണം. അടുത്ത വീഡിയോയുമായി ഞാൻ ഉടനെ തന്നെ വരും. അതുവരേക്കും ഗുഡ് ബൈ.